ഹായ് സ്റ്റുഡൻസ്. CUET 2025 റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ബാച്ചസും സ്റ്റാർട്ടാവുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്ത ലൈവ് സെഷനിൽ നമുക്ക് ഒരുപാട് ഡൗട്ട്സുകൾ കിട്ടിയിരുന്നു. ആ ഡൗട്ടിലൊരു കോമൺ ആയിട്ട് വന്നൊരു ഡൗട്ടാണ് സബ് സെലക്ഷൻ, അതായത് നമ്മുടെ സബ്ജക്ട് സെലക്ഷൻ ആൻഡ് അപ്ലൈയിങ് ഫോർ യൂണിവേഴ്സിറ്റീസിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്താൽ മതിയോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം എത്ര യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണം, എത്ര കോഴ്സസിനാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പക്ഷേ എന്തായാലും QET ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതിൻ്റെ ഒരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റീസ് നമുക്ക് എത്ര വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇപ്പം കഴിഞ്ഞ വർഷത്തെ CUETൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലുള്ളൊരു വീഡിയോ ലിങ്കാണത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു. അതിനുശേഷം അവിടെ BSc സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സും ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. ആ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട കോഴ്സ് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ചൂസ് ചെയ്യുന്ന ഡൊമൈൻ സബ്ജക്ട്സ് അടക്കം അവിടെ കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ വരിക. അപ്പോൾ അത് നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്ത് ആഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ കാണിക്കും. ഇൻ കേസ് എനിക്ക് AMUയിൽ തന്നെ മറ്റൊരു കോഴ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ തന്നെയുള്ള മറ്റൊരു കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ AMUയിലെ കോഴ്സുകളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പോകുന്നത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അപ്പോൾ അവിടെ തന്നിട്ടുള്ള ലിസ്റ്റിലുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ആഡ് കൊടുത്താണ് നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി കൺഫർമേഷൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CUETക്ക് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയും ഒരു സബ്ജക്റ്റും എന്നുള്ള രീതിയിൽ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് മാക്സിമം നല്ല യൂണിവേഴ്സിറ്റീസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സും ചൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ QETൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലുള്ള യൂണിവേഴ്സിറ്റി സെലക്ഷൻസ് വരിക. അപ്പോൾ ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാം. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.